ജോൽ പ്ലസിൽ അതർ ഐറ്റം സെയിൽസ് എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ടാസ്കിൽ അതർ ഐറ്റംസിൽ സെയിൽസ്, അതിൽ കൺട്രോൾ O എന്നുള്ള ഷോർട്ട് കീ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇൻവോയ്സ് നമ്പർ, നമ്മൾ നോർമൽ സെയിലും അതർ ഐറ്റം സെയിലും യൂസ് ചെയ്യുമ്പോൾ രണ്ടിൽ ഒരേ നമ്പർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലെറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബില്ലിന് നമ്മൾ ഇവിടെ ഒരു D എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബില്ല് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആ നമ്പർ വന്നോളും. ഇവിടെ നമുക്ക് പാർട്ടിനെ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓൾറെഡി ഉള്ള പാർട്ടിയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പുതിയൊരു കസ്റ്റമറെ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി നമ്മളിവിടെ ഐറ്റം ബാർകോഡാണ് സ്കാൻ ചെയ്യേണ്ടത്. ഐറ്റം സെലക്ട് ചെയ്യല്ല, ബാർകോഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ ബാർകോഡ് നമ്പർ എത്രയെന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോട് കൂടെ ഐറ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവിടെ വന്നു. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ താഴെ സ്റ്റോണിൻ്റെ ഡീറ്റെയിലും വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബോർഡ് റേറ്റ് എന്നുള്ളത് നമ്മൾ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നിടത്ത് 18K CT എന്നുള്ളതെടുത്ത് റേറ്റ് എത്രയാണോ സെറ്റ് ചെയ്തത് ആ റേറ്റാണ് നമുക്ക് ബോർഡ് റേറ്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ MRP ഓർ VA എന്നുള്ള കോളത്തിൽ അതിൻ്റെ VA അഥവാ MC എത്രയെന്നുള്ളത് ഒരു ഗ്രാമിന് വന്നു. അതിന് തൊട്ട് താഴെ അതിൻ്റെ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എമൗണ്ട് എന്നുള്ള കോളത്തിൽ വരുന്നത് നമുക്ക് ഈ ഒരു സ്റ്റോൺ കൂടാതെ ഓർണമെൻറ്റിൻ്റെ ടോട്ടൽ എത്ര റേറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു. പ്ലസ് എമൗണ്ടും സ്റ്റോണും കൂടി കൂടിയിട്ടുള്ള എമൗണ്ടാണ് ഐറ്റം ടോട്ടൽ എന്നുള്ളടത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഇവിടെ കൊടുക്കാം. അതുപോലെ ടാക്സ് എമൗണ്ട് ഒക്കെ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ക്യാഷ് പെയ്ഡ് ആണെങ്കിൽ ക്യാഷ് റെസീവ്ഡ് ആണെങ്കിൽ റെസീവ്ഡ് ഇവിടെ കാണിക്കുകയും ചെയ്യാം. ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്യൂ ആയിട്ട് നമുക്ക് ഡ്യൂ ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ നമ്മൾ ബാർകോഡ് പ്രിൻ്റ് ചെയ്ത് വെക്കുന്നില്ല, അതിന് പകരം ആ ഐറ്റത്തിൻ്റെ മുകളിലുള്ള സീരിയൽ നമ്പറാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സീരിയൽ നമ്പർ വെച്ചിട്ട് ഇവിടെ ഐറ്റം സെർച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ബാർകോഡ് എന്നുള്ള കോളത്തിൽ ആ സീരിയൽ നമ്പർ എത്രയാണോ നമ്മളതിവിടെ സ്കാൻ ചെയ്യുക, അതിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്താൽ ഐറ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിൽ വരും. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് MRPയിൽ ചെയ്യുന്ന ഐറ്റമാണ്. ആ ഐറ്റത്തിൻ്റെ ബാർകോഡ് അതല്ലെങ്കിൽ ആ സീരിയൽ നമ്പർ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഐറ്റത്തിൻ്റെ ഇത് വന്നു. ഇപ്പം നമ്മൾ വാച്ചിൻ്റെതാണ് ചെയ്തത്. വാച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ബാർകോഡ് അവിടെ വന്നു. ടോട്ടൽ MRP എത്രയാണ് വരുന്നത് എന്നുള്ളത് വന്നു. ഈ MRP എന്നുള്ളിടത്ത് നമ്മൾ ടാക്സ് ഇൻക്ലൂസീവ് ചെയ്തതുകൊണ്ട് ആ ഇൻക്ലൂസീവ് വന്നിട്ടുള്ള റേറ്റ് നമുക്ക് ടാക്സിബിൾ വാല്യൂ ആയിട്ട് ഇവിടേക്ക് കൺവേർട്ട് ചെയ്ത് വരികയാണ് ചെയ്തത്. പ്ലസ് ടാക്സും കൂടി വന്നപ്പോൾ നമ്മൾ കൊടുത്ത ടോട്ടൽ എമൗണ്ട് MRP ആയിട്ട് വന്നു. അതേപോലെ തന്നെ നമ്മൾ ഡയമണ്ടിൽ തന്നെ നമുക്ക് MRPയിൽ ചെയ്യുന്ന പാർട്ടീസിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊരു നേരത്തെ അങ്ങനെ എക്സാമ്പിൾ പർച്ചേസിൽ കാണിച്ചിരുന്നു. അത് നമുക്കിവിടെ ബാർകോഡ് അല്ലെങ്കിൽ സീരിയൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതും MRPയിലായിട്ട് നമുക്കിവിടെ കിട്ടും. അതിൻ്റെ സ്റ്റോണിൻ്റെ ഡീറ്റെയിൽ നമുക്ക് താഴെ കാണിക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് നേരിട്ടത് പ്രിൻ്റ് കൊടുക്കാം. ഇത്രയാണ് നമ്മൾ അതർ ഐറ്റം സെയിൽസിൽ ചെയ്യുന്നത്.